എന്റെ അച്ഛന്റെ ഇച്ചിരി നക്കിയിട്ട് നന്ദികൾ കാണിക്കുന്ന നാവികൾ ചിലരുണ്ട്. പക്ഷെ പണം ഉണ്ടാക്കാൻ വേണ്ടി ചെറ്റത്തരം കാണിക്കുന്നവന്മാര് അതിന്റെ പുറകെ നടന്ന് എല്ലാം നക്കിയെടുത്തതിന് ശേഷം ബാലകൃഷ്ണയുടെ കാലിന്റെ അടി നക്കിയിട്ട് ഇന്ന് നാറിത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ ദൈവം കാണും, ജനങ്ങൾ കാണും എന്ന് മാത്രമേ പറയാനുള്ളൂ. എനിക്കൊന്നുമില്ല, ബാലകൃഷ്ണപിള്ളയോടാണ് നന്ദിയോട് കാണിക്കുന്നത്. അതായത് നമ്മുടെ ഗണേഷ് കുമാറിന്റെ വാക്കുകളാണ്. ഗണേഷ് കുമാറിന്റെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, താനില്ലെങ്കിൽ KSRTC ഉണ്ടാവില്ല, താനില്ലെങ്കിൽ വേറെയൊന്നും ഉണ്ടാവില്ല. ആദ്യം തന്നെ KSRTCയുടെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ പിതാവ് കൊട്ടാരക്കരയിൽ നിന്നും മത്സരിക്കുന്ന ബാലകൃഷ്ണ പിള്ളയായിരുന്നു. പിന്നെ എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം തന്നെയാണ് വാഹന ഗതാഗത വകുപ്പ് മന്ത്രി. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനാണ് പിന്നീട് ഈ ഗതാഗത വകുപ്പ് എന്ന് പറയുന്നത് മൊത്തം എന്ന് പറഞ്ഞാൽ ഗണേഷ് കുമാറിനാണ്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഒരു ഇത് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യ കാലങ്ങളിലൊക്കെ ഈ ഗണേഷ് കുമാറിൻ്റെ അച്ഛനൊക്കെ ചെയ്യുമ്പോഴേ ഈ ഗതാഗത വകുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നഷ്ടത്തിലായിരുന്നു. അത് ഇയാൾ വന്നപ്പോഴെങ്ങനെയോ ആ നഷ്ടത്തിൽ നിന്ന് കരകയറ്റി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും പറയുന്നൊരു കാര്യം, ഗണേഷ് കുമാറിന് മാത്രമേ അത് കഴിയുകയുള്ളൂ, ഗണേഷ് കുമാർ മാത്രമേ ഇതിൻ്റെ തലപ്പത്ത് വരാറൂ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഹൈപ്പാണ് ഗണേഷ് കുമാറിന് കൊടുത്തത്. അതോടുകൂടിയിട്ട് ഗണേഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തിക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള അഹങ്കാരം വരികയും, അതായത് വളരെയധികം അഹങ്കാരം വന്നിട്ടുണ്ട്. ഞാൻ വെറുതെ പറയുന്നില്ല, നിങ്ങൾ തന്നെ നോക്കാടുന്ന്. ഇപ്പോൾ ഇദ്ദേഹം പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അച്ഛൻ്റെ എച്ചിൽ നക്കിയിട്ട് എന്താ അങ്ങനെ എച്ചിൽ നക്കാൻ പോയിരിക്കുന്നത്, ആരാണ് അങ്ങനെ എച്ചിൽ നക്കാൻ പോയിരിക്കുന്നത്? അത് ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാർ പോയിട്ടുണ്ടാകും, അതായത് രാഷ്ട്രീയ നേതാക്കന്മാരോ ഇല്ലെങ്കിൽ രാഷ്ട്രീയക്കാരോ പോയിട്ടുണ്ടാകും. അല്ലാതെ ഒരാൾ പോലും പോയിട്ട് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ എച്ചിൽ നക്കാനൊന്നും നിൽക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ എച്ചിൽ നക്കലാണോ ജനങ്ങൾക്ക് പണി? ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അച്ഛൻ്റെ എച്ചിൽ എന്താണ് അത് തന്നെ എന്ന് പറഞ്ഞാൽ ഒരു തെണ്ടിത്തരമായ വാക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഒരു മന്ത്രി എന്ന നിലയിലോ ഒരു MLA എന്ന നിലയിലോ ഒരിക്കലും ഉപയോഗിക്കരുത്, ഇങ്ങനെയുള്ള ഭാഷയൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഈ ഗണേഷ് കുമാറിൻ്റെ ഈ ഭാഷയും അഹങ്കാരവും കൊണ്ട് തന്നെയാണ് അവിടെ തോറ്റിരിക്കുന്നത്. ഗണേഷ് കുമാർ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ 25 വർഷമായിട്ട് ഞാൻ ജയിച്ചു വരുന്നൊരു മണ്ഡലമാണ്, ഇതെനിക്ക് തീരെഴുതി തന്നതാണ്, ഇവിടെയുള്ള ജനങ്ങളൊക്കെ എന്നെ ഭയന്നിട്ടാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെയുള്ള ജനങ്ങൾക്കൊക്കെ ഞാൻ തന്നെ വേണം എന്നായിരുന്നു അയാളുടെ വിചാരം. ഏതായാലും ജ്യോതികുമാർ ചാമക്കാല എന്ന് പറയുന്ന പകുതി ജനങ്ങൾക്കും അതുവരെ ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയെ കൊണ്ട് തന്നെ ആ മണ്ഡലം കോൺഗ്രസ് തിരിച്ചു പിടിക്കുകയും ചെയ്തു. അത് ശരിക്കും പറഞ്ഞ ഗണേഷ് കുമാറിന്റെ പരാജയമല്ല, വമ്പം പരാജയമാണ്. ഇനി ജീവിതത്തിൽ അയാൾ അവിടെ പോയിട്ട് മത്സരിക്കുന്ന എനിക്ക് തോന്നുന്നില്ല, മത്സരിച്ചിട്ട് കാര്യവുമില്ല. പിന്നെ ഇയാളെ പറ്റിയിട്ട് വന്ന ആരോപണങ്ങളും കാര്യങ്ങളും ഇതൊക്കെ കണ്ടിട്ടും കൊണ്ടിട്ടും എന്തുകൊണ്ടാണ് പിന്നെയും ഇയാളിങ്ങനെ താങ്ങി നടക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ മുൻകാലങ്ങളിൽ ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹം തന്നെ ഓരോരോ കാര്യങ്ങൾ പറയാറുണ്ട്. നമ്മുടെ നേതാവായ VS അച്യുതാനന്ദനെ ഇദ്ദേഹം ഉപമിച്ചത് നമ്മളെല്ലാവരും കണ്ടതാണ്. അന്ന് ഇയാളുടെ കയ്യിൽ പൈസയുണ്ട്, പവറുണ്ട്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാം ഒരു സിനിമാ താരം എന്നുള്ള നിലയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് നല്ല പേരും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാവരും ഇയാളുടെ കൂടെ നിന്നു എന്നുള്ളതാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇയാളുടെ ആ ഒരു പണവും പെരുമയും കൊണ്ട് മാത്രമാണ് ഇയാളുടെ കൂടെ ആള്. അതിൽ കുറേ മാർക്സിസ്റ്റുകാരും ഉണ്ട്, കോൺഗ്രസ് ഭരിക്കുമ്പോൾ കോൺഗ്രസ്സുകാരും ഉണ്ട്. അത് ഇയാളുടെ ആ ഒരു ഇത് മാത്രമാണ്. അവരൊക്കെ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഇയാളുടെ ആ ഒരു ജനസമ്മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇയാളെ സിനിമാ താരം പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ക്രെഡിറ്റ്, ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടും കൈയടിക്കാൻ വേണ്ടിയിട്ടും ഒരു കൂട്ടങ്ങൾ മാത്രമുണ്ട്. പക്ഷെ ഇതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിൻ്റെ അടിയിലെ മണ്ണൊലിച്ചു പോകുന്നത് ഇയാൾ മനസ്സിലാക്കിയില്ല. ഏതായാലും ഇപ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം വലിയ തോൽവി തന്നെയാണ് കൊടുത്തത്. അതൊരു കണക്കിന് എന്ന് പറഞ്ഞൊരു വലിയ നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഇനിയെങ്കിലും KSRTCയിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുന്ന ആരും കൊണ്ടോ നോക്കാലോ. അതായത് ഇയാൾ പറയുന്ന പോലെ എപ്പോഴും നഷ്ടത്തിലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ സംഭവിക്കുന്നതെന്ന് അറിയണമല്ലോ. ഇപ്പോഴതിനുള്ള പണിയും തുടങ്ങിക്കഴിഞ്ഞു. എല്ലാവരും പറയുന്നൊരു കാര്യം, ഞങ്ങൾക്കേ പറ്റുള്ളൂ, ഞങ്ങളല്ലാതെ വേറെ ആരുണ്ട് എന്നൊക്കെയാണ്. എന്നാൽ അങ്ങനെയല്ല, ഇനിയൊരു തിരുത്ത് വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എപ്പോഴെന്ന് പറഞ്ഞ് ഗണേഷ് കുമാറിനെ മാത്രം നമ്മൾ ആശ്രയിച്ചുകൊണ്ട് നിൽക്കാനോ, അല്ലെങ്കിൽ ഗണേശൻ മാത്രമേ ഉള്ളൂ ലോകത്തൊരു മന്ത്രിയായിട്ട് ഇല്ലെങ്കിൽ ഒരു നേതാവായിട്ട്, ഒരിക്കലും അങ്ങനെ നമ്മൾ കരുതരുത്. കാരണം അങ്ങനെ കരുതിയതിൻ്റെ ഒരു തെറ്റാണ് ഇയാളുടെ അഹങ്കാരം. ഇയാളിപ്പോഴും ആരെങ്കിലും ഇങ്ങനെ വിളിച്ചു പറയോ തൻ്റെ അച്ഛൻ്റെ എച്ചിൽ നക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളൂ അതിൻ്റെ അർത്ഥം എന്ന് ഇയാൾക്ക് മനസ്സിലായോ? എന്താണ് അതിൻ്റെ അർത്ഥം? ഇയാളുടെ വീട്ടിൽ പോയിട്ട് ആരൊക്കെ എച്ചിൽ നക്കാറുണ്ടോ? ആ നക്കികളോട് പറ. ഇതെന്ന് പറയുന്നത് ഇയാളൊരു സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മന്ത്രിയാണ്, അല്ലെങ്കിൽ ഒരു MLA ആണ്. ആ MLA പദവി പോലും മറന്നിട്ടാണ് ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത്. വളരെ മോശമായ കാര്യമല്ലേ? പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ,
ഇയാളെ പ്രധാനമായിട്ടും പിന്നെ മൂലക്കിരുത്തിയത് എനിക്ക് തോന്നുന്ന യദു എന്ന് പറയുന്ന ഒരു പാവൻ ഡ്രൈവർ തന്നെയാണ്. അതായത് അയാളെ പറയുന്നത് കേട്ടില്ലേ, ലാസ്റ്റ് അവസാന നിമിഷത്തിൽ ആര്യയുടെ കേസോ അല്ലെങ്കിൽ സച്ചിൻ ദേവിന്റെ കേസോ ഒന്നുമല്ല, അയാൾ ഏതോ ഒരു ആളുമായിട്ട് ഭയങ്കരമായി സംസാരിക്കുന്നു, അയാൾ വേറൊരു ലെവലിൽ പോകുന്നു. നമുക്കറിയാം ഇവരെ പരിപാടി എന്താ അറിയാം, തോറ്റ വെടുപ്പ് എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് സ്ത്രീ വിഷയവുമായിട്ടാണ് പറയുക. അങ്ങനെ ആകുമ്പോൾ കുഴപ്പമില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഈ ഗണേഷ് കുമാറും. അതായത് യദു എന്ന് പറയുന്നവന്റെ സ്വഭാവം മോശമാണ്, അവൻ പലപ്പോഴും വളരെ അപമര്യാദയായിട്ട് പെരുമാറാറുണ്ട്, അതുകൊണ്ട് തന്നെയാണ് അവനെ സസ്പെൻഡ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞു. ഏതായാലും 3 പേരെയാണ് അവൻ മൂലക്കിരുത്തിയത്. യദു എന്ന് പറയുന്നവൻ 3 പേരെയാണ് മൂലക്കിരുത്തി. അത് മനസ്സിലാക്കണം നിങ്ങൾ. അത് തന്നെ ഒരു വലിയ ശാപം തന്നെയാണ്. അപ്പൊ ഇയാൾ വിചാരിക്കുന്നത് ഇയാളെ പേരിൽ തന്നെയാണ്, ഇയാൾക്ക് സ്ത്രീധനം കൊടുത്താണ് പത്തനാപുരം. അതായത് ഈ പത്തനാപുരത്ത് നിന്നും എന്നെ കെട്ടിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഈ പത്തനാപുരം എന്ന് പറയുന്നത് എൻ്റെ സ്വന്തമാണ്, എൻ്റെ അച്ഛൻ എനിക്ക് തീരെഴുതി തന്നതാണ് എന്നൊക്കെയാണ് ഇയാൾ വിചാരിച്ചിരുന്നെങ്കിൽ ഇയാളുടെ അഹങ്കാരം തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ അയാൾ നല്ല മന്ത്രിയാണ്, നല്ല MLA ആണ്, നല്ല മനുഷ്യൻ തന്നെയാണ്, ഓക്കെ. എന്നാലും അത്രത്തോളം അഹങ്കാരവും ഉള്ളൊരു മനുഷ്യൻ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ല, ഈ അഹങ്കാരികളെയൊന്നും ഒരിക്കലും കേരളം അങ്ങനെ വാഴിക്കത്തില്ലടോ. കേരളത്തിൽ കുറച്ച് വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആളാണ്. അവിടെ എന്ന് പറഞ്ഞാൽ സിനിമക്കോ അല്ലെങ്കിൽ മറ്റുള്ളതിനൊന്നും യാതൊരു ബന്ധവും ആരും കൊടുക്കൂല. അവിടെ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ പ്രതികരിക്കും. ആ പ്രതികരണം തന്നെയാണ് ഇപ്പോൾ ഇയാളുടെ കാര്യത്തിലും കണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൃത്യമായിട്ടും ഇയാൾ ഒരു വലിയ തോൽവിയാണെന്ന് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ പ്രസംഗം മതി. അതായത് ഈ ഒരൊറ്റ പ്രസംഗം കൊണ്ട് മാത്രമായിരിക്കാം ചിലപ്പോൾ ഇയാൾ തോറ്റിരിക്കുന്നത്. അപ്പൊ ഇയാൾ മണ്ഡലത്തിൽ ഒരു മാടമ്പിയായി വാഴുകയും അവിടെ എന്ന് പറഞ്ഞാൽ ഞാനെന്ന ഭാവത്തോടു കൂടി മറ്റുള്ളവരെ ചിലപ്പോൾ ഉപദ്രവിക്കാൻ വരെ പറഞ്ഞിട്ടുണ്ടാവും. എടോ അങ്ങനെ ഉപദ്രവിച്ചോ. കാരണം ഉപദ്രവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എന്താ പറയേണ്ടത്, ഒരാളെ ശാരീരിക ഉപദ്രവം മാത്രമല്ല, മാനസികപരമായിട്ടും നമുക്ക് ഉപദ്രവിക്കാം. എന്തെങ്കിലും ഒരു കാര്യത്തിന് പോയി കഴിഞ്ഞാൽ ചെയ്തു കൊടുക്കാതിരിക്കാം. അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇയാൾക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ ഇയാൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാകും. കൃത്യമായിട്ടുള്ള PR വർക്കിന്റെ ഇതിൽ മാത്രമാണ് ഇയാൾ ഇത്രയും നാള് പിടിച്ചു നിന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് PR വർക്കും പിന്നെ എന്ന് പറഞ്ഞ് ഞാൻ എന്ന ഭാവവും അത് മാത്രമാണ് ഇയാളുടെ കൈമുതൽ, വേറെ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഗണേഷ് കുമാറിനോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ പൊന്നു ഗണേഷ് കുമാറെ, ഇവിടെ ദൈവം ചോദിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നാണം കെട്ട പരിപാടിയാണെന്നോ. ഇത് ജനാധിപത്യമാണ്, ജനാധിപത്യം, അത് മനസ്സിലാക്ക്. ജനാധിപത്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ചോദിക്കും, അല്ലെങ്കിൽ എനിക്ക് വോട്ട് ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾ അനുഭവിക്കും. എന്തനുഭവിക്കാനാണ്, എന്തനുഭവിക്കാൻ? എല്ലാവരും വരട്ടെ, എല്ലാവരുടെയും ഭരണം കാണട്ടെ. ഇത് ഗണേഷ് കുമാറിന് മാത്രമേ കഴിയുള്ളൂ, അല്ലെങ്കിൽ അയാൾ മാത്രമേ KSRTCനെ രക്ഷിക്കാനുള്ളൂ. ആ ഒരു മാറ്റം വേണം. ഗണേഷ് കുമാറിന് ആയുഷ്കാലം മുഴുവൻ എന്താ ഗണേഷ് കുമാറിന് തീരെഴുതി കൊടുത്തതൊന്നല്ലല്ലോ. KSRTC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഗണേഷ് കുമാർ മാത്രമല്ല, അവിടെ കഴിവുള്ളവനും വേറെയും വരട്ടെ. ഇത് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ LDFന് സംഭവിച്ചത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളല്ലാതെ വേറെ ആരുമില്ല, ഞങ്ങളുടെ കാലം കഴിഞ്ഞാൽ പിന്നെ പ്രളയമാണ് എന്ന് പറയുന്നത് പോലെ ഇവരെല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുപോയിട്ട് ബോർഡും വെച്ച് മൊത്തത്തിൽ എന്ന് പറഞ്ഞ് ഞങ്ങൾ അടിച്ചങ്ങിറക്കി. അത് ജനങ്ങൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏതായാലും തൽക്കാലം വീട്ടിലിരിക്ക് എന്ന് പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, അഹങ്കാരികൾക്കൊന്നും കേരളത്തിൽ സ്ഥാനമില്ല. ഇതുപോലെയുള്ള വാക്കുകൾ പറഞ്ഞ് ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു അഹങ്കാരിയെ പോലും ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് എന്നാ പറയേണ്ടത് വലിയ ആളാക്കത്തൊന്നുമില്ല. ഇത് ഇനിയെങ്കിലും മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പിനെങ്കിലും നോക്കാം. പക്ഷെ അപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ ഏതാ മുന്നണി എന്നൊന്നും നമുക്കറിയില്ല കേട്ടോ. ഗണേഷ് കുമാറിനൊക്കെ മുന്നണിയൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോൾ വേണമെങ്കിലും മാറാവുന്ന മുന്നണി തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അതായത് അയാളുടെ മക്കളെ വരെ കൊണ്ടുവന്നിട്ട് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രചാരണം നടത്തിയിട്ടും കൂടി രക്ഷപ്പെട്ടില്ല. അയാൾക്ക് തന്നെ അറിയായിരുന്നു ഇപ്രാവശ്യം ഞാൻ തോക്കുമെന്ന്. കാരണം മക്കളെയൊക്കെ കൊണ്ടുവരണമെങ്കിൽ പിന്നെ ആ മക്കളോട് എനിക്ക് പറയാനുള്ളത്, അതായത് നിങ്ങളുടെ അമ്മയുടെ ആ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പോഴച്ഛൻ വലുത് അച്ഛൻ ഇതാണെന്നെല്ലാം പറഞ്ഞ് വരുന്നില്ലേ, ആ അമ്മയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. അത് കഴിഞ്ഞിട്ട് ഈ അച്ഛനെ സപ്പോർട്ട് ചെയ്യാണ്. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോ ആയിട്ട് വരാട്ടാ.